നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ഒരു എണ്ണ ടാങ്കറിന് നേർക്ക് ഇറാൻ മിസൈൽ തൊടുത്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ സമ്മർദ്ദമാണ് ഇന്ത്യ അനുഭവിച്ചത്. ഹോർമസ് കടലിടുക്ക് പൂർണ്ണ നിശ്ചലമായി നിൽക്കുന്നു. പാചകവാതക വിതരണത്തിലടക്കം കടുത്ത പ്രതിസന്ധി. ഇന്ധനക്ഷാമത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നുവെന്ന വാർത്തകൾ ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം നേടി. എന്നാൽ നമ്മുടെ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ ഒടുവിൽ ഇറാനെ അനുനയിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നയതന്ത്ര രംഗത്ത് വലിയ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം തന്ത്രപരമായ ഒരു നിർണായക വിജയമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇനി ഇന്ത്യൻ എണ്ണ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ കഴിയും. ഇതിനുള്ള അനുമതി ഇറാൻ നൽകിക്കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകളെ ഇറാൻ ആക്രമിക്കില്ല. ചുരുക്കത്തിൽ ന്യൂഡൽഹിയുടെ മിഡിൽ ഈസ്റ്റ് തന്ത്രം വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ തുടരുന്നു എന്നുറപ്പാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി വലിയ വിജയവും കൈവരിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ചെക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോള അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഒരു പ്രധാന ഭാഗം കടന്നുപോകുന്ന വഴി. ഹോർമുസ് കടലിടുക്കിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ആദ്യഘട്ടത്തിൽ ഇറാൻ, തുടർന്ന് അതിശക്തമായ ആക്രമണങ്ങളിലൂടെ ഹോർമുസ് കടലിടുക്കിനെ നിശ്ചലമാക്കി കളഞ്ഞു. ഏകദേശം 200ഓളം എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിന് പുറത്ത് നങ്കുരമിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു ദിവസം മുൻപ് ഹോർമുസ് കടലിടുക്കിൽ 3 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ഇറാൻ. വലിയ തോതിൽ മേഖലയിൽ മൈൻ കപ്പലുകൾ വിന്യസിച്ചിരുന്നു ഇറാൻ. ഇതിനിടയിൽ 16 മൈൻ കപ്പലുകൾ അമേരിക്കൻ സൈന്യം തകർത്തു. എന്നിട്ടും ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ യാതൊരു വിധത്തിലും ഇറാൻ അനുമതിയും നൽകിയില്ല. അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഇറക്കുമതിയിൽ വലിയ പ്രതിസന്ധിയാണ് തുടർന്ന് ഇന്ത്യ നേരിട്ടത്. ഇതിനിടയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക നിയന്ത്രണം നീക്കി. എന്നാൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവ ഇന്ത്യയിലെത്തണമെങ്കിൽ ഇനിയും 25 ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ ഊർജ്ജ ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ഗൾഫ് ഷിപ്പിംഗ് പാതകളാണ്. ആ മേഖലയിലുണ്ടായ അസ്വസ്ഥത വലിയ തോതിൽ ഇന്ത്യയെ ബാധിച്ചിരുന്നു. ഇറാനിയൻ അധികൃതർ ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ അനുമതി നൽകുമ്പോൾ മറ്റു ചില നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വച്ചു. US, യൂറോപ്പ്, ഇസ്രയേൽ എന്നിവയുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നിലവിൽ ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു ദിവസം മുൻപാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലും ഇനി കടത്തിവിടില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് അതിശക്തമായ ആക്രമണങ്ങളിലേക്ക് അവർ മേഖലയിൽ കടന്നു. തന്ത്രപരമായി ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യമിടുമെന്ന മുന്നറിയിപ്പാണ് IRGC നൽകിയത്. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള അസ്ഥിരത ഇന്ത്യയിൽ വാണിജ്യ LPGയുടെ വലിയ ക്ഷാമത്തിന് കാരണമായി. കേരളത്തിൽ വലിയ തോതിൽ വാണിജ്യ LPGക്ക് ഇപ്പോൾ ക്ഷാമം നേരിടുകയാണ്. ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്നു. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെട്ടതുകൊണ്ട് ബംഗളൂരു, ചെന്നൈ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ അടച്ചിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. മറുവശത്ത് കേരളത്തിലെ പല നഗരങ്ങളിലെ ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്നു. മുംബൈയിൽ ഏകദേശം 20% ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടിയതായി റിപ്പോർട്ടുകൾ. ചെന്നൈ ഹോട്ടൽസ് അസോസിയേഷൻ നരേന്ദ്രമോദിയോട് അടിയന്തര LPG വിതരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 7-ാം തീയതി ഇന്ത്യയിലെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില ഏകദേശം 115 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്നലെ ഇന്ത്യയിലേക്കുള്ള പരിമൾ, പുഷ്പ എന്നീ എണ്ണ വെസലുകൾ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവരുടെ കപ്പലുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ് മറുവശത്ത് ഇന്ത്യക്ക് ഇളവുകൾ അനുവദിക്കുന്നത് ഇറാൻ. അടുത്തിടെ ഇറാൻ നാവിക കപ്പലിന് കൊച്ചിയിൽ ഇന്ത്യ സുരക്ഷയൊരുക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് തുണയായി. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഇന്ത്യ നേരത്തെ തന്നെ ബദൽ മാർഗങ്ങൾ തേടിയിരുന്നു. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ വർധനവാണ് വരുത്തിയത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്ക് നടത്തുന്ന അതിഭയാനകമായ ആക്രമണങ്ങൾ. എന്നാൽ മറുവശത്ത് ഇറാൻ ഇപ്പോൾ അനുവർത്തിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രൈക്ക് എന്ന പുതിയ തന്ത്രം. ഗൾഫിലുടനീളമുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗത ശൃംഖലകളും ആക്രമിക്കുന്ന ശൈലിയാണിപ്പോൾ ഇറാൻ ആക്രമണത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. കപ്പലുകൾ ആക്രമിക്കുക, മറ്റു രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ യുദ്ധതന്ത്രങ്ങൾ ഇറാൻ പുറത്തെടുക്കുന്നു. മേഖലയിൽ നിന്നുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്തി
ആഗോള സാമ്പത്തിക അരാജകത്വത്തിന് വഴിവെക്കുകയാണ് മറ്റൊരു തന്ത്രം. ഒരു നീണ്ട കൊലപാതക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഇത് കലാശിച്ചു. ഹോർമിസ് കടലിടുക്കിലടക്കം വലിയ പ്രതിസന്ധികൾ തീർത്തുകൊണ്ട് ലോകത്തിൽ സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇറാൻ തന്ത്രം അമേരിക്കയെയും ഇസ്രായേലിനെയും വീണ്ടും ചൊടിപ്പിച്ചു. അതിൻ്റെ ഭാഗമാണ് അതിമാരകമായ ഭയാനകമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഇറാനുമേൽ തൊടുക്കുന്നത്. യുദ്ധം ഏറ്റവും ഭയാനകമായ തലത്തിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കവേ ഇറാന്റെ IRGC തൊടുക്കുന്ന മിസൈലുകൾക്ക് പുറമെ ഹിസ്ബുള്ളയെ സ്വാധീനിച്ച് ലെബനനിൽ നിന്ന് വലിയ ആക്രമണങ്ങൾക്കും ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നു. എന്നാൽ ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തുന്നത് അതിമാരകമായ ആക്രമണങ്ങൾ. ഗസ ബോർഡറിൽ ബെയ്റൂത്തിൻ്റെ ഒരു ഭാഗം തങ്ങൾ പിടിച്ചടക്കുമെന്നും ആ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്നും ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ്. ലെബനനിലെ ഇസ്രായേലി ആക്രമണങ്ങളിൽ 10 ദിവസങ്ങൾക്കുള്ളിൽ 634 പേരാണ് കൊല്ലപ്പെട്ടത്. 1586 പേരിലധികം ആളുകൾക്ക് പരിക്കേറ്റു. 8,16,700 കുടുംബങ്ങൾ ലെബനൻ സംസ്ഥാനത്ത് കുടിയിറക്കപ്പെട്ടു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നലെ 8 ഇറാനിയൻ ഡ്രോണുകൾ തകർത്തതായി കുവൈറ്റ് പറയുന്നു. ശൈബ എണ്ണപ്പാടത്തേക്ക് അയച്ച 5 തടഞ്ഞു എന്ന് സൗദി അറേബ്യയും വെളിപ്പെടുത്തി. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ടെഹ്റാനിലും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും വലിയ ജനക്കൂട്ടമെത്തി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്ന് ബുധനാഴ്ച ആദ്യമായി ഇറാൻ സ്ഥിരീകരിച്ചു. നേരത്തെ ആക്രമണത്തിൽ അലി ഖമനേയിയുടെ ഭാര്യ, മകളുടെ ഭർത്താവ് എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാനിൽ ഏകദേശം 7000-ഓളം ഇടങ്ങളിലാണ് അതിമാരകമായ ബോംബാക്രമണങ്ങൾ ഇതിനകം US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയത്. തകർക്കാനായ ലക്ഷ്യങ്ങൾ ഇനി വളരെ കുറച്ച് മാത്രമേയുള്ളൂ. എന്നിട്ടും കീഴടങ്ങാനൊരുക്കാതെ ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും തൊടുക്കുകയാണ് ഇറാൻ. ഞങ്ങൾ വിജയിച്ചു, പക്ഷെ ജോലി പൂർത്തിയാക്കാനുണ്ട് എന്ന് ട്രംപ് പറയുന്നതിൽ ചെന്ന് എത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ. 58 ഇറാനിയൻ നാവിക കപ്പലുകൾ ഇതിനകം തങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. യുദ്ധത്തെയും അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ G7 രാജ്യങ്ങളിലെ നേതാക്കൾ യോഗം ചേർന്നു. കുതിച്ചുയർന്ന എണ്ണവില നിയന്ത്രിക്കുന്നതിനായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ 400 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തുവിടാനുള്ള ശുപാർശ നൽകി. അമേരിക്കയും ഇസ്രയേലും ബോംബാക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ടെഹ്റാൻ 1 ലിറ്റർ എണ്ണ പോലും ഹോർമിസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്നായിരുന്നു ഇന്നലെ ശപഥം ചെയ്തത്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ആ പാത തുറന്നിട്ടിരിക്കുന്നു ഇറാൻ. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ബുധനാഴ്ച UN രക്ഷാ കൗൺസിൽ പാസാക്കി. UN രക്ഷാ കൗൺസിൽ ഇറാനെതിരെ കടുത്ത താക്കീതാണ് നൽകിയത്. ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ ശക്തി പകരും. ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ശക്തി പ്രയോഗിക്കാനുള്ള കഴിവ് അവസാനിപ്പിക്കുകയും അതിന്റെ ആണവ പദ്ധതി നശിപ്പിക്കുകയും ചെയ്യുകയാണ് യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. എങ്കിലും 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം US സഖ്യകക്ഷിയായ ഷായെ പുറത്താക്കി ഇസ്ലാമിക പുരോഹിത ഭരണകൂടം അവിടെ സ്ഥാപിതമായി. ഷിയ ഭരണകൂടം അട്ടിമറിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് മറുവശത്ത് അമേരിക്ക. രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്നാൽ അതിശക്തമായി അവരെ നേരിടാനുള്ള ഉത്തരവ് IRGCക്ക് നൽകിക്കഴിഞ്ഞു. ഏതൊരു പ്രതിഷേധക്കാരനെയും ശത്രുവായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ പോലീസ് മേധാവി പറയുന്നത്. ടെഹ്റാൻ നിവാസികൾ പൂർണ്ണമായി ഇസ്രയേൽ അമേരിക്കൻ വ്യോമാക്രമണങ്ങളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യിച്ചു. എണ്ണപ്പുകയിൽ നിന്നുള്ള കറുത്ത മഴയാൽ നഗരം മലിനമായി കിടക്കുന്ന അവസ്ഥയാണ് ടെഹ്റാന്. ഇന്നലെ രാത്രി അതിഭീകരമായ ബോംബാക്രമണം ഇസ്രയേൽ തുടർന്നു. എന്നിട്ട് മുമ്പത്തെ പോലെ ടെഹ്റാൻ നിവാസികൾക്ക് ഭയം തോന്നിയില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. ഹോർമിസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സമുദ്ര ആംബുലൻസിനെ ചിലർ ഇന്നലെ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ് ഈ ആംബുലൻസിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ആരോപണം ഉന്നയിക്കുന്നു. ചുരുക്കത്തിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തുന്ന തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കുന്നത്. മറുവശത്ത് ഇറാൻ ആസ്തികൾക്കുമേൽ അതിശക്തമായ ബോംബ് വർഷം നടത്തി ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ടെക് ഭീമന്മാരുടെ ഓഫീസുകൾ തങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഭയപ്പെടുത്തുന്നത്. UAE, ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ടെക് ഓഫീസുകൾക്ക് നേരെ കടുത്ത ആക്രമണം തുടരുമത്രേ.
ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രൈക്കിലൂടെ ലോകത്തെ നിശ്ചലമാക്കാനുള്ള പദ്ധതിയാണ് ഇറാൻ വിനയുന്നത്. ഹോർമിസ് കടലിടുക്കിൽ ഇന്നലെ 3 കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തി. ഈ കപ്പലുകളിലെ ജീവനക്കാർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലുള്ള ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ ഓഫീസുകളുടെ നേർക്ക് ആക്രമണം നടത്തുമെന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ ഭീഷണി. ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രൈക്ക് ഒരുപക്ഷെ യുദ്ധമേഖലയിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത യുദ്ധതന്ത്രം. അത്തരമൊരു തന്ത്രം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രയോഗിക്കുമ്പോൾ മറുവശത്ത് ആയുധമെടുക്കാൻ ത്രാണിയില്ലാത്ത വിധം ഇറാനെ തളർത്തുന്ന അതിഭീകര ആക്രമണങ്ങൾ തുടരുന്നു ഇസ്രയേലും അമേരിക്കയും. മറുവശത്ത് ഇന്ത്യക്ക് വേണ്ടി ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്ത ഇറാൻ ഇന്ത്യൻ നയതന്ത്ര വിജയവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.